ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനീർ പോവ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ. പിന്നത്തെ ആ ഒരു പ്രൊമോയില് നമ്മുടെയൊക്കെ ആ ഒരു എന്താ പറയുക കണ്ണീരൊലിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാട്ടോ. നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു പോകും. നമ്മുടെ രേവതി നമ്മൾ സച്ചി കുടിച്ച് പറ്റായിട്ട് വരുന്ന ഒരു രംഗം ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും നമ്മൾ കണ്ടു കാണുമല്ലോ. അപ്പൊ സച്ചി ഇങ്ങനെ പായിട്ടുണ്ട്, ഒറ്റ കിടപ്പങ്ങാട് കിടക്കും. അപ്പൊ നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചി ഇങ്ങനെ ഉറങ്ങുന്നതിന് അരികെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ രേവതിയുടെ അമ്മ വിളിക്കുന്നുണ്ട് നമ്മുടെ രേവതി, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി അവിടെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞില്ല, നിന്റെ ആ ഒരു നിരപരാധിത്വമൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ അച്ഛനും സച്ചിയേട്ടനും ഒക്കെ എൻ്റെ അടുത്ത് സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ആ ഒരു നമ്മുടെ ആ ഒരു ഭാര്യമാരുടെ ഒരു പൊതു സ്വഭാവമാണല്ലോ നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്, കുറേയൊക്കെ സങ്കടങ്ങൾ ഇങ്ങനെ വീട്ടുകാരെ അറിയിക്കാതെ ഇങ്ങനെ ഒതുക്കി വെക്കുന്ന ഒരു രംഗോട്ടോ. അത് തന്നെയാണ് നമ്മുടെ രേവതിയിലൂടെ നമുക്ക് കാണുവാൻ സാധിച്ചേട്ടോ. അപ്പൊ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ചന്ദ്രമതി നമ്മുടെ രേവതിയെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എടി നീ പെട്ടി കിടക്കൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ, നിന്നെ എത്രമേയൊക്കെ ഞാൻ ഇവിടെ നിന്നും പടിയിറക്കും, നീ വിചാരിക്കണ്ട ഇവിടെ ഇത്ര കാലാകാലത്തോളം പിടിച്ചു നിൽക്കാമെന്ന് നീ വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ഭയങ്കരമായിട്ട് ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട്. ആകെപ്പാടെ ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ രവീന്ദ്രൻ കിടന്ന ഒരു കുറച്ച് ദിവസം മാത്രമായിട്ട് നമ്മുടെ ചന്ദ്രമതി ഒന്ന് മര്യാദക്ക് കണ്ടത്. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ മറ്റേ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ എന്ന് പറയൂല, അതേപോലത്തെ ഒരു ടൈപ്പായി നമ്മുടെ ചന്ദ്രമതി വീണ്ടും ആ ഒരു മറ്റേ സ്വഭാവത്തിലേക്ക് പോയി. അപ്പൊ എന്തായാലും അതങ്ങനെ പോട്ടെ. അതിനുശേഷം നമ്മുടെ ശ്രുതി ഇങ്ങനെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രുതിക്ക് ഒരു ടൈം ബോംബ് പുറത്ത് നിൽക്കുവാണ്. ആരാണ്? നമ്മുടെ നവീൻ. അതേ പ്രേക്ഷകർ, നമ്മുടെ നവീൻ സുഖപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ നേരെ നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്കാണ് വരുന്നത് അല്ലെ. നമ്മുടെ ശ്രുതിയേ ഉള്ളൂ നമ്മുടെ നവീന് ജീവിക്കാൻ വേണ്ടി പൈസ കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ മാസം മാസം ഇത്ര രൂപ ഇട്ട് കൊടുക്കണമെന്ന് നമ്മുടെ ശ്രുതിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനൊക്കെ വല്ല മുടക്കം വരുത്തി കാണും നമ്മുടെ ശ്രുതി അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ നവീനെ കണ്ടപാട് ശ്രുതി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വീട്ടിലേക്കാണ് കയറി വന്നിരിക്കുന്നത്. ഇനി നവീൻ ആരാണെന്ന ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കുമ്പോൾ ശ്രുതി എന്തുത്തരം നൽകും? വൻ പ്രശ്നങ്ങളിലേക്കായിട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ രേവതിയിട്ട് സങ്കടപ്പെടുത്തുന്നതിന് നമ്മുടെ ശ്രുതിക്ക് തിരിച്ചടി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ അല്ലെ പ്രേക്ഷകർ. എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.